നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 594 594. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 92-ാം സർഗം നാരദൻ്റെ ഭഗവത് സ്തുതി കേശിവധത്തിന് ശേഷം. അപ്പോൾ കേശിവധത്തിൽ അവസാനത്തെ ശ്ലോകം എന്തായിരുന്നു? ഇളം പനം പട്ട കൊടിക്കും ആനക്കിടാവിനെ പോലെ വിളങ്ങി നാഥൻ അഹങ്കരിക്കാത്തവർ വാഴ്ത്തി മിന്നും അനന്ത കല്യാണ ഗുണാഭിരാമൻ. അതിൽ ഒരു താല്പര്യമുള്ളൊരു വാക്കുണ്ട്, അഹങ്കരിക്കാത്തവർ. അഹങ്കരിക്കുന്നവർ ഈശ്വരനാമങ്ങൾ ചൊല്ലിയിട്ട് യാതൊരു കാര്യമില്ല, ഫലമില്ല. അത് പാത്രം കമുത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ എന്ന് പറയും. അതാണ് അഹങ്കരിക്കാത്തവർ വാഴ്ത്തി മിന്നും അനന്ത കല്യാണ ഗുണാഭിരാമൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾക്ക് നാരദൻ്റെ ഭഗവത് സ്തുതി എന്നുള്ളതിൽ ഒന്നാമത്തെ ശ്ലോകം എന്താ? ദേവമാം മുനി ചെന്ന് അമ്പാർന്ന് ഏകാന്തത്തിൽ മുകുന്ദനെ സാഷ്ടാംഗം പ്രണമിച്ചോതി മഹാഭക്ത ശിഖാമണി. ദേവർഷി നാരദരെ ചെന്ന് അമ്പാർന്ന് സ്നേഹത്താൽ ബഹുമാനം കൊണ്ട് ഏകാന്തത്തിൽ മറ്റുള്ളവർ കാണാണ്ട് ശ്രീകൃഷ്ണനെ കണ്ടു എന്നാണ്. അപ്പോൾ നാരദരനെ എന്താ കണ്ടാൽ മോശം ഉണ്ടായിട്ടല്ല. അപ്പോൾ ഭഗവാൻ ആരാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ നാരദർ വരുന്നതും പോണതൊന്നും അവർ സാധാരണ നിലയ്ക്ക് കാണില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഏകാന്തത്തിൽ മുകുന്ദനെ സാഷ്ടാംഗം പ്രണമിച്ചോതി മഹാഭക്ത ശിഖാമണി. ഭക്തന്മാരിൽ വെച്ച് മഹാനാണ് നാരദരൻ. ആ രണ്ടാമത്തെ ശ്ലോകം ഇതിൽ ഇനി അങ്ങോട്ട് സ്തുതിക്കുകയാണ്, ഭഗവാനെ സ്തുതിക്കുകയാണ്. ഈ സ്തുതികൾ വായിക്കണത് തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത ശാന്തത കിട്ടും. കൃഷ്ണ കൃഷ്ണ കൃപാസിന്ധോ യദുവര്യ ജഗൽപദേ സർവസ്വതന്ത്ര ദേവേശ വാസുദേവ മഹാപ്രഭു. വാസുദേവ എന്താ വാക്കിനർത്ഥം? വസിക്കുന്ന ദേവൻ. ഇതറിയാണ്ട് ഭാഗവതം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഭക്തനായാൽ വാസുദേവ അർത്ഥം അറിയണം, വസിക്കുന്ന ദേവൻ. അപ്പോൾ കൃഷ്ണ കൃഷ്ണ കൃപാസിന്ധോ, കൃഷ്ണൻ ആരാ? കൃപയുടെ സാഗര. അപ്പോൾ അതറിയാതെ കണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് സംശയം, ഭഗവാൻ അനുഗ്രഹിക്കില്ലേ? അദ്ദേഹം കൃപാസിന്ധു ആണ്, കൃപയുടെ സിന്ധുവാണ്. സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രവും കടലും കൂടി വ്യത്യാസമുണ്ട്. കടലെന്ന് പറഞ്ഞാൽ രണ്ട് കരയ്ക്കിടയിൽ, സമുദ്രം എന്ന് പറഞ്ഞാൽ കര കാണാത്തത്. അങ്ങനെയാണ്. യദുക്കളുടെ നാഥനാണ് അദ്ദേഹം. പിന്നെയോ ജഗൽപദേ, ഈ ജഗത്തിൻ്റെ പതിയാണ്, ജഗത്തിൻ്റെ ഭർത്താവാണ് എന്നർത്ഥം. അപ്പോൾ ജഗത്ത് ഭഗവാന്റെ കൺസോർട്ടാണ് വരാം. അതാണ് ഭൂമിദേവി എന്ന് പറയുന്നത്. ഭൂമിദേവിയുടെ കൺസോർട്ടെന്നാണ് പറഞ്ഞത്. ജഗൽപദേ സർവസ്വതന്ത്ര. ഭഗവാൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ നപുംസക വ്യത്യാസമില്ലാണ്ട് ഈ ആരെയും എപ്പോൾ വേണമെങ്കിലും അനുഗ്രഹിക്കാൻ തയ്യാറുള്ള ആളാണ്. സ്വതന്ത്രനാണ്, സർവസ്വതന്ത്ര സർവസ്വതന്ത്ര ദേവേശ, ദേവന്മാരുടെ ഈശനാണ് ഭഗവാൻ. വാസുദേവ മഹാപ്രഭു, പ്രഭുക്കളുടെ പ്രഭു, മഹാപ്രഭുവാണ് അദ്ദേഹം. ഇനി പറയണു സർവന്തര്യാമിയാം, നിന്നിൽ നീ ആരാണ്? ചോദ്യം. ആരായി കൃഷ്ണൻ? സർവന്തര്യാമിയാം, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയമാകുന്ന ഗുഹയിലിരിക്കുന്നവൻ. സർവ അന്തര്യാമി, പുറത്തല്ല.
പുറമെ വേഷവിധാനങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, അതൊക്കെ ഊരി വയ്ക്കണം. ഒരു നഗ്നനായി കിടക്കുന്ന ഒരു കുട്ടിയും നഗ്നനായിട്ടുള്ളൊരു വയസ്സായിട്ടൊരാളും, ആ നഗ്നത എന്നുള്ളത് കോമൺ ആണെങ്കിലും വേറൊരു കോമൺ ഉണ്ട്. ഒന്ന് കുട്ടി എന്നുള്ളത് അല്ലല്ലോ വയസ്സായിട്ടുള്ള ആൾ, പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു അന്തര്യാമിയുണ്ട്. അപ്പോൾ കുട്ടിയുടെ നാണവും വാർദ്ധക്യത്തിലുള്ള നാണവും പറയാൻ പാടില്ല. ഓ അയാളെന്താ തുണിയിലാണ് കിടക്കണ ചോദിക്കരുത്. അതേമാതിരി കുട്ടികളേന്. അപ്പോൾ സർവന്തര്യാമി. അപ്പോൾ നമ്മൾ ഈ സർവന്തര്യാമി എന്നുള്ളതിൻ്റെ അർത്ഥം അറിയണവർ എങ്ങനെ മറ്റുള്ളവനെ പിച്ചുക, മറ്റുള്ളവനെ എങ്ങനെ കൊല്ലുക, മറ്റുള്ളവനെ എങ്ങനെ തള്ളിയിടുക, മറ്റുള്ളവൻ്റെ മുമ്പിൽ എങ്ങനെ തള്ളുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് പറയാം. അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾക്കൊരു ആധ്യാത്മിക നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യൽ നിർത്തും. ഇപ്പോൾ ഭാഗവത പിന്നെ യജ്ഞവേദിയിൽ നിങ്ങൾ വേറൊരാളെ നിന്ദിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അയാൾ പറഞ്ഞു ചോദിക്കും. അയാൾ ഏതാളെ എനിക്കറിയില്ലേ ചോദിക്കും. അങ്ങനെ ചോദിക്കരുത്. അപ്പം നിന്ദിക്കാൻ നമ്മൾ അർഹനല്ല. കാരണം അയാളുടെ ഉള്ളിൽ ആരാ? ഭഗവാനായിരിക്കണത്. ഇപ്പോൾ നമ്മളൊരാളെ ടീസ് ചെയ്തു വിചാരിക്കാം. നമ്മളൊരാളെ ടീസ് ചെയ്താൽ അത് ചിലപ്പോൾ അയാളൊരു മന്ദബുദ്ധിയാണെങ്കിൽ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഞാൻ അവനിട്ട് കുടഞ്ഞു. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. അയാളുടെ ഉള്ളിൽ അന്തര്യാമി ഇരിക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്തു? ഞാൻ അറിഞ്ഞു, നമുക്കുള്ളത് ഞാൻ തരാം. ആർക്കുള്ളത്? ആരാണ് ടീസ് ചെയ്തത് അവനുള്ളത് കൊടുക്കാൻ അപ്പം തന്നെ അദ്ദേഹം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെയും പോസിറ്റിവിറ്റിയിൽ മൈനസ് മാർക്ക് വരും. ഇതാണ് പഠിക്കണം എന്ന് പറയാൻ കാരണം. ഇത് പഠിക്കണം. ഇത് പഠിച്ചാലല്ലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കല്യാണ വീട് അല്ലെങ്കിൽ യജ്ഞവേദി, അതാണ് ഇപ്പം നമുക്ക് എന്തിനാ കല്യാണ വീട്ടിൽ പോകണം. യജ്ഞവേദിയിൽ യജ്ഞം നടത്തുന്ന ഒരു ധനാഢ്യൻ കുറേ ആൾക്കാരെ കൊണ്ട് വെറുതെ പണിയെടുപ്പിക്കും. അത് മോശമാണ്. കാരണം എന്താ? അവരോട് മാത്രം നിങ്ങൾ ചെയ്യണേനൊക്കെ നിങ്ങൾക്ക് നന്മ വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസത്തെ കൂലി പോയാലും നിങ്ങൾ ഇവിടെ സേവ ചെയ്യാൻ വേണമെന്ന് പറഞ്ഞാൽ ആ പാപങ്ങൾ പറയും ശരി. പക്ഷെ ആ പാപങ്ങളുടെ ഉള്ളിൽ സർവന്തര്യാമിയായിട്ടൊരു ചൈതന്യം ഉണ്ടല്ലോ. എത്ര ആൾക്കാരെ ഫ്രീ ആയിട്ട് പണിയെടുപ്പിച്ചു. അതിന് ഇരട്ടി 10 ഇരട്ടി ഇവൻ്റെ ഡിപ്പോസിറ്റ് കാലിയാക്കുന്ന സൂകടവന് കൊടുക്കും. കാരണം ഇവൻ സാധുക്കളേനെ പിഴിഞ്ഞിട്ടുള്ളത്. സാധുക്കളെ പിഴിയുക പണോഷയ അത് പാടില്ല. സാധുക്കളെ പിഴിയരുത്. ഇതിനുള്ള ബുദ്ധി ഇല്ലാത്തവൻ ആചാര്യനല്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് സർവന്തര്യാമിയാം നിന്നിൽ മുട്ടില്ല ഏതിൻ ഗുണങ്ങളും. ഏതിൻ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ആസുരീയ രാക്ഷസീയ പ്രവൃത്തികളുടെയും നിലവാരമില്ലാത്ത ദോഷദൃഷ്ടി അങ്ങയിൽ പറ്റില്ല. ദോഷദൃഷ്ടി. വിറകിൻ വളവും മറ്റും മഹാജ്യോതിസിൻ മാതിരി. വിറകിൻ വളവ്, വളവും വിറകിൻ വളവും മറ്റും മഹാജ്യോതിസിൻ മാതിരി. അതിനർത്ഥം വളം എന്ന് പറഞ്ഞാൽ ചാളകെന്നുള്ള അർത്ഥത്തില്ല. വളവ്, ഒരു മരം വളഞ്ഞിരിക്കുന്നുണ്ട് വിചാരിക്കുക, അത് കത്താതെയിട്ടിരിക്കില്ല, അതും കത്തും. എത്ര വലിയ വളവനാണെങ്കിലും വളവുണ്ടെങ്കിലും. വിറകിൻ വളവും മറ്റും മഹാജ്യോതിസിൽ മാതിരി ചാമ്പലാവും. ഗൂഢൻ ഗുഹാശയനുമായി ഏതിനും സാക്ഷിയാം വിഭോ. ആരാ? നാരദരാണ് ഭഗവാനെ അപ്രീഷിയേറ്റ് ചെയ്യണത്. ഗൂഢൻ, ആർക്കും അറിയില്ല ഇങ്ങനൊരു സാധനം ഉള്ളിലുണ്ട് എന്നുള്ളത്. അന്തര്യാമി, ഗൂഢസ്ഥൻ, കൂടസ്ഥൻ എന്നും പറയും കേട്ടോ. കൂടസ്ഥൻ, സർവജീവ ഗുഹാശയ, ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഭാഗവതം പാസ്സായി.
അപ്പോൾ ഗൂഢൻ ഗുഹാശയനുമായി ഏതിനും സാക്ഷിയാം. എൻ്റെ ശരിക്കും തെറ്റിനും സാക്ഷിയാണ് ഭഗവാൻ. ഞാൻ ശരി ചെയ്യണതും തെറ്റ് ചെയ്യണതും ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ. നമ്മുടെ ഓരോരുത്തരുടെ ശരിയും, അച്ഛനോട് എത്ര നുണ പറഞ്ഞു, അമ്മയോട് എത്ര നുണ പറഞ്ഞു, ഭാര്യയോട് എത്ര നുണ പറഞ്ഞു, അങ്ങനെയുണ്ട്. ഇതൊക്കെ ആർക്കറിയാം? ഭഗവാൻ അറിയാം. ഇനി ഭർത്താവിനോട് എത്ര നുണ പറഞ്ഞു, അമ്മായിയപ്പനോട് എത്ര നുണ പറഞ്ഞു, അമ്മായിയമ്മോട് എത്ര നുണ പറഞ്ഞു, അതും അറിയും. രണ്ടും അറിയും ഭഗവാൻ. അപ്പോൾ സ്ത്രീ പുരുഷ സഹജമായ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരീയ ചിത്തത്തിന്, ചൈതന്യത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല. ഇനി ബാലന്മാർ ഏട്ടനോട്, അനിയനോട്, അച്ഛനമ്മമാരോട്, സതീർത്ഥന്മാരോട് എന്തൊക്കെ നുണ പറഞ്ഞു, ക്ലാസ് ടീച്ചറോട് എന്തൊക്കെ നുണ പറഞ്ഞു, സബ്ജക്റ്റ് എടുക്കണ മാഷന്മാരോട് എന്തൊക്കെ നുണ പറഞ്ഞു, ഇതൊക്കെ ഭഗവാൻ അറിയാം. ഇങ്ങനെ ഇനി MLA MP ആയിട്ട് ഇരിക്കുമ്പോൾ ചില കോളം ഫില്ല് ചെയ്ത് കൊടുക്കണം. എത്ര രൂപ സ്വത്തുണ്ട്, സ്വിസ് ബാങ്കിലുള്ളതൊന്നും എഴുതില്ല. അതാർക്കറിയാം? ഭഗവാൻ അറിയാം. തക്കതായ സമയത്ത് ഭഗവാൻ അത് എക്സ്പോസ് ചെയ്യും. അപ്പോൾ ഈ അന്തര്യാമി ഗൂഢൻ ഗുഹാശയനുമായി ഏതിനും സാക്ഷിയാം. എത്ര നുണ പറഞ്ഞ് എത്ര കാശുണ്ടാക്കി. അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അമ്മോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അനിയനോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അളിയനോട് ചിലപ്പോൾ പറയും. ചിലവർ അങ്ങനെയുണ്ട്. ചിലവരെ ഞാൻ പറയില്ല, അങ്ങനെയുണ്ട്. എന്താ ഞാൻ പറയണില്ല എന്ന്. ഇപ്പോൾ ബോംബെയിലേക്കൊക്കെ എത്രയോ ആൾക്കാരെ ജോലിക്ക് കൊണ്ടുവന്ന് ജോലിയാക്കി കൊടുത്തുള്ള ആൾക്കാരുണ്ടാവും. അവരോട് നുണ പറയും. ഞാനിതൊക്കെ എൻ്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച ഒരാളാണ്. പക്ഷേ ഭഗവാൻ എന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഡാ ആമയായിട്ട് ഓടിയാൽ മതി, ഒരു കുഴപ്പമില്ല, അവസാനം ഞാൻ നോക്കിക്കോളാം. ജീവിതത്തിൽ അവസാനമുള്ള ശാന്തി സമാധാനം വേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗൂഢൻ ഗുഹാശയനുമായി ഏതിനും സാക്ഷിയാം വിഭോ, ഭക്ത്യാദിമദനം കൊണ്ടു മാത്രം നീ മിന്നും ഈ വിധം. ഭക്ത്യാദിമദനം കൊണ്ട്, ഭക്തി എന്ന പിന്നെ ഭക്തിനെ ഒരു പാത്രത്തിൽ വയ്ക്കുക. എന്നിട്ട് ഭക്തൻ എന്ത് ചെയ്യണം? രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ ഇങ്ങനെ കടയണം. ഭക്തിയിൽ നിന്ന് കടഞ്ഞാൽ സംശുദ്ധമായ മനസ്സുണ്ടാവും. ഭക്തി കൊണ്ട് മനസ്സിനെ കടയണം. അപ്പോൾ ഭക്തിനെ മനസ്സുകൊണ്ട് കടയുമ്പോൾ ആ മനസ്സിലുള്ള പാപഭംഗലമായ അവസ്ഥകളൊക്കെ കൃഷ്ണശബ്ദം കൊണ്ട് പുറത്തേക്ക് പോകും. പിന്നെ അത് അകത്തേക്ക് വരില്ല. പിന്നെ രാമശബ്ദം കൊണ്ടോ ആത്മാവിൽ രമിക്കാം. ഈ മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കലക്കുക എന്നാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് മാത്രമേ മഥനം ചെയ്യാൻ പറ്റൂ, വേറൊരാൾക്ക് മഥനം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മനസ്സങ്ങനെയാണ്, ആർക്കും പിടി കൊടുക്കില്ല. അപ്പോൾ തൻ്റെ ഉള്ളിൽ തൻ്റെ നിയന്താവായിരിക്കുന്ന ഭഗവാനെ കണ്ണ് തെറ്റിക്കാൻ പറ്റൂല നമുക്ക്. അപ്പോൾ ഗൂഢൻ ഗുഹാശനുമായി ഏതിനും സാക്ഷിയാം വിഭോ, ഭക്ത്യാദിമഥനം കൊണ്ടു മാത്രം നീ മിന്നും ഈ വിധം. സങ്കല്പം കൊണ്ടു നിർമ്മിച്ചും, സങ്കല്പം അത് വലിയൊരു കാര്യം. ഞാൻ നന്മ ചെയ്യൂ, ഞാൻ തിന്മ ചെയ്യില്ല, ഞാൻ നുണ പറയില്ല. അപ്പോൾ സങ്കല്പം കൊണ്ടു നിർമ്മിച്ചും രക്ഷിച്ചും വിശ്വമാകവേ. ഭഗവാൻ ഇരുന്നിട്ടിങ്ങനെ എന്നാൽ ശരിക്ക് തരാം, ശരിയാക്കി തരില്ല ഭഗവാൻ. സങ്കല്പം. അപ്പോൾ സങ്കല്പം കൊണ്ടു നിർമ്മിച്ചും രക്ഷിച്ചും വിശ്വമാകവേ സംഹരിച്ചും, വിശ്വമാകവേ സംഹരിച്ചും. അപ്പം നമ്മുടെ കുട്ടികൾ അല്പായുസായിട്ട് പോണതും പ്രായമായിട്ട് മരിക്കാണ്ടിരിക്കുന്നതും ഒക്കെ ഭഗവാന്റെ സങ്കല്പമാണ്. കാരണം നമ്മുടെ ശിരോലിഖിതം ഭഗവാന്റെ കയ്യിലാണ്. അപ്പോൾ അല്പപ്രജകളാണെങ്കിൽ വിളിച്ചാൽ പോവാണ്ട് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും സങ്കടമെന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കില്ല ഭഗവാൻ.
പിന്നെ മരിക്കാൻ കിടക്കണ അച്ഛൻ മരിക്കണില്ലെങ്കിൽ അച്ഛൻ എനിക്ക് ലീവില്ല പറഞ്ഞാലൊന്നും അച്ഛന് ബാധകമല്ല. അച്ഛൻ്റെ ഉള്ളിൽ ഉള്ള ചൈതന്യം പറയണം, നിനക്ക് സമയമായി പോവാം. അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇല്ലേ, ഇഷ്ടമില്ലാത്ത കാര്യം നീളും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേഗം കഴിയും. സന്തോഷം ഇന്നലെ അനുഭവിച്ചത് അല്ലേ? പക്ഷേ ഇതൊക്കെ അറിയണ ഒരാൾ ഭഗവാനാണ്. നമ്മൾക്ക് എന്താ ആവശ്യമില്ലാണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സംഹരിച്ചും വിളങ്ങിയിടും നീയേ സർവേശ്വരേശ്വരൻ. അങ്ങാണ് എല്ലാറ്റിലും വെച്ച് സർവേശ്വരനായിരിക്കുന്ന ഈശ്വരൻ. അവതാരങ്ങൾ പലതും കണ്ടേൻ ഞാൻ ഇതുമാതിരി. പിന്നെ നാരദർ പറയാം, ഞാൻ എത്രയോ അവതാരങ്ങൾ കണ്ടു, ഇതേമാതിരി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതാ കണ്ടേൻ ഞാൻ ഇതുമാതിരി, കണ്ടിട്ടില്ല ഇനി കാണില്ല കമലായതലോചന. ഇതേപോലെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഇനി കാണൂല. മർത്യന്മാർക്ക് ഇനി യാഗാതെ ക്ലേശമേ വേണ്ട കേശവ. പേരിട്ട് കഴിഞ്ഞു കേശവൻ. അപ്പോൾ മർത്യന്മാർക്ക് ഇനി യാഗാതി ക്ലേശമേ വേണ്ട കേശവ. കാരണം ഈ കേശി എന്ന അസുരനാണ് ഈ യജ്ഞങ്ങളും യാഗങ്ങളും തടസ്സപ്പെടുത്തുന്നത്. മർത്യന്മാർക്കിനി യാഗാതി ക്ലേശമേ വേണ്ട കേശവ. ഉൾപ്പൂവിൽ മധുരാകാരം ഇതെന്നോർക്കിൽ അതേ മതി. ഉൾപ്പൂവിൽ മനസ്സിലെ മധുരാകാരം, ഭഗവാന്റെ ആകൃതി, അധരം മധുരം അല്ലേ, സർവം മധുരാണ്. ഈ കൃഷ്ണ എന്നുള്ള കൺസെപ്റ്റ്, കൃഷ്ണൻ എന്നുള്ള കുട്ടി, കൃഷ്ണൻ എന്നുള്ള യോദ്ധാവ്, കൃഷ്ണൻ എന്നുള്ള യുവാവ്, ഏതവസ്ഥയിലും എല്ലാവർക്കും ഉൾപ്പൂവിൽ മധുരാകാരം ഇതൊന്നേ ഒന്നോർക്കിൽ അതേ മതി. അതറിയാതെ കൊണ്ടാണ് നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കാണ്ടിരിക്കുന്നത്. കൃഷ്ണ കൃഷ്ണ എന്ന് എത്രത്തോളം ജപിക്കണോ അവരവരുടെ മനസ്സ് കൽക്കണ്ടം പോലെ ആവും എന്നുള്ളത് അത് അനുഭവിച്ചവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഉൾപ്പൂവിൽ മധുരാകാരം ഇതൊന്നോർക്കിൽ അതേ മതി. വേണുഗോപാല വേണുഗോപാല നിൻ ദിവ്യബാലലീലയിൽ വല്ലതും അമ്പാർന്നു പാടിയിടുകയോ കേൾക്കയോ പരിപാവനം. ഭഗവാന്റെ ഏതെങ്കിലും അവതാര ലീലകൾ പാടിയാൽ ഭഗവാൻ ഇഷ്ടമാണ്. അതാര് പാടണം? കാശ് കൊടുത്തൊരാൾ പാടിയാൽ പോരാ, അവരവർ പാടണം. കാശ് കൊടുത്ത് പാടിച്ചിട്ട് കാര്യമില്ല. വേണുഗോപാല നിൻ ദിവ്യബാല ലീലയിൽ വല്ലതും അമ്പാർന്നു പാടിയിടുകയോ. അമ്പോടുകൂടി സ്നേഹം അവരവർ ഭഗവാന് കൊടുക്കണേ. ഭാഗവതന്മാർ കൊടുത്തിട്ട് അവർക്ക് കാശും വാങ്ങിയിട്ട് അവർ പോയിട്ട് എന്താ കാര്യം? അവരവർക്ക് വലിയ രാഗമൊന്നും വേണ്ട. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ ഭഗവാനെ, കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ ഭഗവാനെ, കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. അത് കേൾക്കും ഭഗവാൻ. അപ്പോൾ അമ്പാർന്നു പാടിയിടുകയോ കേൾക്കയോ പരിപാവനം. വിഷയിക മധുരം ഏത് ഭൂലോകത്തിൻ്റെ ഏത് കോർണറിൽ പോയിട്ട് പാടിയാലും മതി, ഭഗവാൻ അറിയും. കാരണം എന്താ? പാടണ ആളുടെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഞാനൊന്നും ചെയ്യണത് ഭഗവാൻ അറിയില്ല എന്ന് വിചാരിക്കരുത്. ഗുരുവായൂരമ്പലം ദൂരെയാണ്, ഞാൻ ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ഉള്ളിലുണ്ട്. എൻ്റെ നന്മയും തിന്മയും ഭഗവാനെ പോലെ എൻ്റെ ഭാര്യയും കൂടി അറിയില്ല. അല്ലെങ്കിൽ ഭാര്യ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഭർത്താവ് അറിഞ്ഞോളണമെന്നില്ല, പക്ഷെ ഭഗവാൻ അറിയും. ഭഗവാന്റെ കണ്ണ് വെട്ടാൻ പറ്റില്ല, കാരണം ഭഗവാൻ ഉള്ളിലായിരിക്കണത്. നമ്മൾക്ക് കണ്ണിന് കാഴ്ച തരുന്നത് ഭഗവാനാണ്, കേൾവിയുടെ സുഖം തരുന്നത് ഭഗവാനാണ്, വായേൽ മധുരം, നാവിന് രസം, കണ്ണിന് കുളിർമ ഒക്കെ ഭഗവാനാണ് തരുന്നത്. ആ ഭഗവാനെ നമ്മൾ തോൽപ്പിക്കാത്ത പറഞ്ഞ സ്ഥിതി എന്താ? എല്ലാറ്റിനും ഏതിനും സാക്ഷിയായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ വേണുഗോപാല നിൻ ദിവ്യബാലലീലയിൽ വല്ലതും അമ്പാർന്നു പാടിയിടുകയോ കേൾക്കയോ പരിപാവനം.
വിഷയകമധുരം കൃഷ്ണകഥാമൃതം ഒരിത്തിരി നുകർന്നിടുകയോ നന്ദാത്മജ ഗോപീ മനോഹര. ഗോപികളുടെ മനസ്സിനെ ഹരിക്കുന്നവനെന്നാ, ഗോപികളുടെ മനസ്സിനെ ഹരിക്കുന്നവൻ. നുകർന്നിടുകയോ നന്ദാത്മജ ഗോപി മനോഹര. അച്യുത ആനന്ദ ഗോവിന്ദ, അച്യുത ആനന്ദ ഗോവിന്ദ. അച്യുത ശുചിരഹിതമായോനെ, അച്യുത ആനന്ദ ഗോവിന്ദ. കൃഷ്ണ കേശവ മാധവ ദാമോദര ഹരേ രാമ നാരായണ ജനാർദ്ദന. അച്യുതാനന്ദ ഗോവിന്ദ കൃഷ്ണ കേശവ മാധവ ദാമോദര ഹരേ രാമ നാരായണ ജനാർദ്ദന. ജനാർദ്ദന ജനങ്ങളെ മർദ്ദിക്കുന്നവണ്ണ. ഈ വിധം നാഥ നിൻ നാമകീർത്തനം ചെയ്യുകയോ മതി. ഈ 4-5 വാക്കുകൾ ഇങ്ങനെ ഉരുവിട്ടാൽ മതി. അച്യുതാനന്ദ ഗോവിന്ദ കൃഷ്ണ കേശവ മാധവ ദാമോദര ഹരേ രാമ നാരായണ ജനാർദ്ദന. ഈ വിധം നാഥ നിൻ നാമകീർത്തനം ചെയ്യുകയോ മതി. ഭാവി ലോകത്തിനൊന്നേക്കും ഉയർന്നിടാൻ ജഗത്തിൽ. ഭാവി ലോകത്തിൽ എന്നേക്കും എപ്പോഴും ഉയരാൻ ഇത് മതിയെന്നാ. അതിന് സാക്ഷി ഞാൻ തന്നെ. ഞാൻ അനുഭവിച്ചത് എനിക്ക് പറയാലോ. ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ ഗുരു. എൻ്റെ അനുഭവമാണ് എനിക്ക് ഗുരു. ഈ വിധം നാഥ നിൻ നാമകീർത്തനം ചെയ്യുകയോ മതി. ഭാവി ലോകത്തിൽ എന്നേക്കും ഉയർന്നിടാൻ ജഗത്ത് ഇതിൽ. ജഗത്തിതിൽ ക്ലായമഞ്ജുളശ്യാമം. ക്ലായമഞ്ജുളശ്യാമം നേരിയത് എന്നർത്ഥം. ക്ലായമഞ്ജു ജഗത്തിതിൽ. അതെനിക്ക് അവിടെ എന്തൊരു അക്ഷരപ്രദേശം തോന്നുന്നു, എനിക്ക് അർത്ഥം കിട്ടിയില്ല. ജഗത്തിതിൽ മഞ്ജുള ശ്യാമം എന്ന് അങ്ങനെ പറയാം. അവിടെ എന്തോ കളായ എനിക്ക് അർത്ഥം മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അറിയാത്ത ഞാൻ തള്ളിയിട്ട് കാര്യമില്ലല്ലോ. കമനീയ മൃദുസ്മിതം മഞ്ജുള ശ്യാമം. കമനീയ എന്നാവണം. കമനീയ മഞ്ജുള ശ്യാമം കമനീയ മൃദുസ്മിതം. എന്തോ അക്ഷരപ്പശക ഞാൻ കമനീയ എന്നായിക്കോട്ടെ. കമനീയ മഞ്ജുള ശ്യാമം കമനീയ. ഓ, അപ്പോൾ 2 കമനീയ വരുന്നത് എന്തോ എനിക്കറിയാം, ഞാൻ തിരുത്തിയില്ല. എന്തോ അവിടെ മഞ്ജുളശ്യാമം കമനീയ മൃദുസ്മിതം താരുണ്യാരംഭസുഭകം ശിഖിപിഞ്ച വിഭൂഷിതം. കുറച്ച് കനത്ത വാക്കുകളാണ്. ശിഖി പിഞ്ച വിഭൂഷിതം. ശിഖി പിന്നെ മുടിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ച് കെട്ടി പീലി തിരുമുടി വെച്ചത്. കനകാംഗതകേയൂര കിങ്കിണീ പരിശോഭിതം. കനക അതുമല്ല, കനകാംഗത കോമ കേയൂര കിങ്കിണീ പരിശോഭിതം. മാധുര്യമഗ്നവദനം വനമാലാ വിരാജിതം. യോഗിധ്യേയപദാംഭോജം. യോഗികൾ സദാ ഭഗവാന്റെ മനസ്സിനെ പരിശുദ്ധമായ എന്താണെന്ന് പറയാം, താമര സദൃശമായ പാദപത്മങ്ങളെ ഹൃദയത്തിൽ വെച്ച് ഭഗവാനെ സ്തുതിക്കണം അവർ. അപ്പോൾ മാധുര്യമഗ്നവദനം വനമാലാ വിരാജിതം യോഗിധ്യേയ പദാംബോജം ഗോപീജനമനോഹരം മുരളീ ഗാനനിരതം ഭക്തലോക മഹോത്സവം. ഇത്ര ആയാൽ ഭക്തന്മാർക്ക് മഹോത്സവമായി. 10 ഉറുപ്പിക ചിലവില്ല. തായമ്പക വേണ്ട, പഞ്ചവാദ്യം വേണ്ട. ഈ ഒരു 10 വരി പഠിച്ചാൽ മതി.
മുരളീഗാനനിരതം ഭക്തലോകമഹോത്സവം ഈ മനോഹരമാം രൂപം ഉള്ളിലെന്നും വിളങ്ങുവാൻ. നാരദർ പറയാം, ഈ രൂപം എന്നും വിളങ്ങുവാൻ, ഉള്ളിലെന്നും വിളങ്ങുവാൻ അമ്പാർന്ന് അനുഗ്രഹിക്കണം അരവിന്ദലോചന. പൊട്ടിക്കറിയന്നാണ്. ഈ മനോഹരമാം രൂപം ഉള്ളിലെന്നും വിളങ്ങുവാൻ അമ്പാർന്ന് അനുഗ്രഹിക്കണം അരവിന്ദലോചന. ദുഷ്ടനിഗ്രഹ ശിഷ്ടാനുഗ്രഹം ഇങ്ങനെ ഭംഗിയിൽ. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, ശിഷ്ടന്മാരെ അനുഗ്രഹിക്കുക. ദുഷ്ടാനുഗ്രഹ ശിഷ്ടാനുഗ്രഹം ഇങ്ങനെ ഭംഗിയിൽ ചെയ്ത് ധർമ്മത്തെ രക്ഷിച്ചും ലാളിച്ചും സജ്ജനങ്ങളെ. മൈ ഗോഡ്, എന്താണ് നല്ല ചാപ്പാട് കഴിച്ച ഫല, വയറല്ല മനസ്സിങ്ങനെ നിറയണം. ധർമ്മത്തെ രക്ഷിച്ചും ലാളിച്ചും രക്ഷിച്ചും ലാളിച്ചും സജ്ജനങ്ങളെ വെൽകനീ. സജ്ജനങ്ങളെ ജയിപ്പിക്കുക. മഹിതോദാര ചരിതാമൃതസാഗര. മഹിത ഉദാര, മഹിത വലുത്, ഏറ്റവും വലുത്. മഹിത ഉദാര ചരിത അമൃതസാഗര. ഇനി എന്തൊക്കെയാണ് വേണ്ടത്? കാത്തിരിക്കുകയാം കംസൻ മോക്ഷത്തിനു മഹാപ്രഭു. അതാണ് നാരദരുടെ കേമത്തരം. കാത്തിരിക്കുകയാം കംസൻ മോക്ഷത്തിനു മഹാപ്രഭു. വേഗം നിന്നാൽ ചെല്ലുമോ ആ പാപി? പാപം രണ്ടും ശരിയാ. ആ പാപി, ആ പാപം കാത്തിരിക്കണോ? അത് ചെല്ലു. ആലോചിച്ച് നോക്കൂ. നാരദരും നാരായണനും ഒരുപോലെ എന്നാണ് പറയാം. നാരായണന് വേണ്ട വിഭവങ്ങൾ കൊടുക്കലാണ് നാരദരുടെ ജോലി, ഭക്തി. മനസ്സിലായില്ലേ? കാത്തിരിക്കുകയാം കംസൻ മോക്ഷത്തിനു ഇലയിട്ടിട്ട് ചോറ് ഇതാ വരണോ വിളിച്ചു പറയാം നാരദരെ. പുറപ്പെടുപ്പിക്കാം, ഞാൻ പുറപ്പെടുവിക്കാം, ഞാൻ പോയി വേണ്ടത് ചെയ്യാമെന്ന് പറയുന്നുണ്ടായിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് നാരദർ പറഞ്ഞത്. ഞാൻ പോയി പുറപ്പെടുവിക്കാം, സർവവും ഭാഗമാക്കിയിട്ട് ആണ് അടിയൻ വിട കൊണ്ടതും. മൈ ഗോഡ്, സർവവും പാകമാക്കിയിട്ട് ആണ് അടിയൻ വിട കൊണ്ടത്. ഞാൻ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടേ. ഞാനങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരും മൂപ്പര്. സർവവും പാകമാക്കിയിട്ട് ആണ് അടിയൻ വിട കൊണ്ടതും അടുത്ത് അക്രൂരനണയും അവിടുത്തെ ക്ഷണിക്കുവാൻ. അക്രൂരനെ അയക്കുള്ളൂ എന്നുള്ളത് നാരദർക്ക് ഉറപ്പുണ്ട്. കാരണം ഭക്തി ഉള്ളവനെ അയക്കണം എന്നാണ് പറഞ്ഞത്. ഒരു കല്യാണക്കത്ത് ആർക്ക് കൊടുക്കണം? അവനവൻ്റെ വീട്ടിൽ തലമുതിർന്ന ഒരാൾ വേണം ആ ഗ്രാമത്തിലെ മുതിർന്ന ഒരാൾക്ക് കൊടുക്കാൻ, അല്ലാണ്ട് ചെക്കന്മാരെ പറഞ്ഞയക്കരുത്. അതേപോലെയാണിത്. അടുത്ത് അക്രൂരൻ അണയും അവിടത്തെ ക്ഷണിക്കുവാൻ മറ്റന്നാളാം കുവലയാ പീഠത്തെ കൊൽവതാം ദിനം. അപ്പോൾ ഒരു ഇറ്റിനറി ഉണ്ടാക്കി കൊടുക്കുക. നാളെ അപ്പോൾ പറഞ്ഞു അടുത്ത നാളെ അക്രൂരൻ വരും, വൈകുന്നേരം അവിടേക്ക് പോകും. മറ്റന്നാൾ കുവലയാ പീഠത്തെ കൊല്ലണം കേട്ടോ. മറ്റന്നാളാം കുവലയാപീഠത്തെ കൊൽവതാം ദിനം ചാണൂരൻ മുഷ്ടികൻ തൊട്ട മല്ലന്മാരെയും അന്ന് ഒരു കാര്യം ചെയ്തോളൂ. ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങേക്ക്. ഇപ്പോൾ ഈ കുവലയാപീഠത്തെ അന്ന് തന്നെ കുറച്ച് സമയം കിട്ടും, അത് വെറുതെ കളയണ്ട. ഇപ്പോഴത്തെ ആൾക്കാരെ പോലെ അന്ന് തന്നെ ചാണൂരൻ മുഷ്ടികൻ തൊട്ട മല്ലന്മാരെ അന്ന് തന്നെ കൊന്നോളൂ. പിന്നെയോ കൊല്ലും കംസനെയും. പിന്നെ ഇപ്പം ഞാൻ ഇത്ര നേരത്തെ വേഗം ചൊല്ലൂന്ന് പറഞ്ഞത് വെറുതെ പോകും. കംസനെ അന്ന് തന്നെ കൊല്ലുട്ടുവാ കൃഷ്ണ. ഭക്തശിരോടി പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ കൊല്ലും കംസനെയും വന്നു കണ്ടുകൊള്ളാം കൃപാനിധേ. ഞാനും മറ്റുള്ളവരെ കാണാണ്ട് വന്ന് കണ്ടോളാതാ. ആലോചിച്ച് നോക്കൂ. കൊല്ലും കംസനെയും വന്നു കണ്ടുകൊള്ളാം കൃപാനിധേ. അലിവാർന്ന് അമ്മയച്ഛന്മാർ ആനന്ദത്തിൽ നിമഗ്നരാം ഗുരുവിനെ ഗീടും. അച്ഛനമ്മമാരെ കാരാഗ്രഹത്തിൽ നിന്ന് മാറ്റണം, അവരെ നമസ്കരിക്കണം. ഇതെന്ന് അറിയാൻ അങ്ങനെയല്ല. ഇദ്ദേഹം ആരാ? ദേവർഷിയ. അലിവാർന്ന് അമ്മയച്ഛന്മാർ ആനന്ദത്തിൽ നിമഗ്നരാം ഗുരുവിനെ ഗീടും
കാലൻ കൊണ്ടുപോയ കുമാരനെ വെണ്ണിലെ പാരിജാതത്തെ ഒന്ന് ഈ മണ്ണിൽ വളർത്തുക. ഇത് ഓരോന്നായിട്ട് അങ്ങ് ചെയ്യണം എന്നാണ് പറഞ്ഞതേ. ഇനി ഞാൻ പറയണ പോലെ അങ്ങക്ക് സമയമുള്ളൂ. അപ്പോൾ പിന്നെ അച്ഛനമ്മമാരെ വിടിക്കണം, അത് കഴിഞ്ഞിട്ട് സാന്ദീപിനി ആശ്രമത്തിൽ പോകണം, 64 കലകളെ 64 ദിവസം കൊണ്ട് പഠിക്കണം. അപ്പോൾ ഗുരുദക്ഷിണ എന്താ വേണ്ടതെന്ന് അങ്ങ് ചോദിക്കണം. അപ്പോൾ പറയും പ്രവാസ തീർത്ഥത്തിൽ മരിച്ചിട്ടുള്ള എൻ്റെ കുട്ടീനെ കൊണ്ടുവരണം എന്ന് പറയും. അത് അങ്ങ് കൊണ്ടേ കൊടുക്കും. പിന്നെ കല്യാണമൊക്കെ കഴിയും. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പാരിജാത പുഷ്പം കൊണ്ടുവരണം എന്ന് സത്യഭാമയ്ക്ക് തോന്നും. അപ്പോൾ അത് ചെയ്യണം. തോൽപ്പിക്കും വിശ്വനാഥൻ നീ മതമാർന്ന മഹേന്ദ്രനെ, അല്ലേ? യുദ്ധത്തിൽ പുണ്യം അത്രയ്ക്കെഴുന്നോർത്തൻ പെൺകിടാങ്ങളെയൊക്കെയും വേൾക്കും. ഓരോരോ രാജാക്കന്മാർ അവരുടെ പിന്നെ കാരാഗ്രഹത്തിലുള്ള സ്ത്രീകളെ എനിക്ക് മോഹിക്കും. അവരൊക്കെ അങ്ങനെ വേൾക്കും. നൃഗൻ്റെ പാപത്തെ ഉടൻ പോക്കും ജഗൽപതേ പൗണ്ഡ്രകന്നും അലിഞ്ഞേകം സാരൂപ്യം കരുണാനിധി. പൗണ്ഡ്രകവധം ചെയ്തിട്ട് അദ്ദേഹത്തിനെ രക്ഷിക്കണം. പിന്നെയോ പാർത്ഥന് തേർത്തെളിച്ചിടും. മഹാഭാരത യുദ്ധം വരും. അപ്പോൾ പാർത്ഥൻ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനന് വേണ്ടിയിട്ട് തേർത്തെളിച്ചിടും പാണ്ഡവന്മാരെയൊക്കെയും. പാർത്തടം തന്നിൽ മിന്നിക്കും. ഭൂമിയിൽ അവരൊക്കെ ശ്രേയസ്സുള്ളവരാക്കി കൊടുക്കണം. വൈകുണ്ഠത്തിങ്കൽ നിന്നുടൻ വിപ്രന് മൃതരെന്നോർത്ത, അതായത് സന്താനഗോപാലൻ കഥ. വൈകുണ്ഠത്തിങ്കൽ നിന്നുടൻ വിപ്രന്നു മൃതരെന്നോർത്ത പുത്രന്മാരെയും മേകിടും. രാജസൂയത്തിൽ വെച്ചേകും ശിശുപാലനു മോക്ഷവും. അപ്പോഴേക്കും പ്രായം കുറയണേ ആവേ. രാജസൂയത്തിൽ വെച്ചേക്കും ശിശുപാലനു മോക്ഷവും. കുചേലൻ കൊണ്ടുപോന്നിടും ആവേലിൻ അന്നു രാത്രിയിൽ കാണാതെ ഒക്കെയോ നൽകും. ഉദാരചരിതൻ ഭവാൻ. ഉദാരചരിതൻ വാരി കോരി കൊടുക്കും കുചേലന്. മഹാഭാരത യുദ്ധത്തിൽ പാർത്ഥരെ കൊണ്ടു പാരിതിൽ ദുഷ്ടരാം ദാനവന്മാരെ നശിപ്പിച്ചുടനെത്രയും. വിശ്വമംഗളമാം ധർമ്മം വിസ്തരിച്ചുര ചെയ്തിടും ഉദ്ധവ. വിശ്വമംഗളമാം ധർമ്മം ഉദ്ധവോപദേശം പഠിക്കണം എന്നാണ് പറഞ്ഞതേ. വിശ്വമംഗളമാം ധർമ്മം വിസ്തരിച്ചുര ചെയ്തിടും ഉദ്ധവന്. അവയെല്ലാം ഞാൻ അപ്പോൾ കണ്ടു വാഴ്ത്തിടാം. ഓരോ കാര്യങ്ങളും സ്തുതിക്കാൻ ഞാനുണ്ടാവും. നാരദർ പറയാം. ദ്വാരകാപുരിയിൽ പാർത്തു ചെയ്യും നീ പല ലീലയും പാടും കവീന്ദ്രരവർ. ഞാൻ ഇതേ വീണയിൽ മീട്ടിടും. ഈ മഹതി എന്നുള്ള വീണയിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പാടി തിമർക്കും. ഇതേ വീണയിൽ മീട്ടിടും. സ്വരൂപശക്തിയാൽ തന്നെ എൻ്റെ ഉള്ളിലുള്ള സ്വരൂപം. ആരുടെ? ഭഗവാന്റെ. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ യോഗോ ജീവ. സ്വരൂപശക്തിയാൽ തന്നെ മായാകാര്യങ്ങളൊക്കെയും നശിപ്പിച്ചരുളും നാഥ നമസ്കാരം മഹാപ്രഭോ. മറ്റൊന്നിനാലും ആവശ്യമില്ല എന്നാലും ജഗത്തിതിൽ കളിയായി തന്നെ പലതും കൈക്കൊള്ളും നാഥ കൈ തൊഴാം. സർവേശ്വരനെ ഈ വണ്ണം വാഴ്ത്തി വീണു നമിച്ചുടൻ ആനന്ദവൈവശ്യം എന്ന് ആജ്ഞ വാങ്ങി മഹാമതി. നാലേ ഞാൻ പോട്ടെ. ഇന്ന് നാരദർ. ഞാനും പോവാറായി. സമയം 33 മിനിറ്റായി. ഒരു 2 ശ്ലോകം കൊണ്ട് ഇതാണ് കഴിയും. മനസ്സിലേ? സർവേശ്വരനെ ഈ വണ്ണം വാഴ്ത്തി വീണു നമിച്ചുടൻ ആനന്ദവൈവശ്യം എന്ന് ആജ്ഞ വാങ്ങി മഹാമതി. കമലദളവിലോചനൻ്റെ പൂങ്കഴലിണ ഉള്ളിൽ അതീവ സുന്ദരം. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള തിരുവാതപത്മങ്ങളെ അവരവരുടെ ഹൃദയഗുഹത്തിൽ വെച്ച് ആരാധിക്കുക. അതിനേക്കാൾ വലിയ ശുദ്ധി വേറെ ഒന്നിനുമില്ല. മനസ്സിലേ? കമലദളവിലോചനൻ്റെ പൂങ്കടലിണയുള്ളിൽ അതീവ സുന്ദരം. കരതളിരിൽ മനോജ്ഞ വീണയും കളരവം മേന്തി മടങ്ങി മഹാമുനി. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ദിനവധി തമസർഗ. അങ്ങനെ 92ാമത്തെ സർഗം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 595ാമത്തെ ഭാഗം നാളെ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.